മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കൊച്ചിയിലേക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. സിനിമയുടെ മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്ന് കാണിച്ച് അരൂർ സ്വദേശി നൽകിയ ഹർജിയിലാണ് നടപടി. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ എബി നൽകുന്നുണ്ട്. എബി, സൗബിൻ അടക്കമുള്ള നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കാനാണ് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി കോടതിയുടെ മുന്നിൽ ഇയാളെത്തുന്നത്. സിറാജ് ആണ്, അരൂർ സ്വദേശിയായ സിറാജ് വലിയതറ എന്ന ആളാണ് ഇത്തരത്തിൽ രണ്ടാമതും ഒരു സ്വകാര്യ ഹർജി കോടതിയിൽ നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൗബിന്റെ അടുത്ത് തന്നെ ഇതിന്റെ വിശദീകരണം തേടിയിരുന്നു. എന്നാൽ ആ സമയത്ത് കോടതിയുടെ നടപടികൾ വരട്ടെ എന്നുള്ളൊരു മറുപടിയാണ് സൗബിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ രണ്ടാം വട്ടവും ഇത്തരത്തിലൊരു പരാതിയുമായി ചെന്നതോടുകൂടി കേസെടുക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായിട്ടുള്ളത്. ഇവർക്കെതിരെ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരാജ ചമക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. മരട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത്. മരട് പോലീസിലാണ് ഈ കേസുള്ളത്. 47 കോടി രൂപ തനിക്ക് ലഭിക്കാനുണ്ടെന്നാണ് ഈ പരാതിക്കാരായിട്ടുള്ളവരുടെ ആവശ്യം, അല്ലെങ്കിൽ അവർ പറയുന്നത്. സിറാജ് വലിയതറ, ഹമീദ് ഇവരാണ് അരൂർ സ്വദേശിയുടെ സിറാജ് വലിയതറ, ഹമീദ് എന്നീ രണ്ടുപേരാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. ഇവർക്ക് 47 കോടി രൂപ ലഭിക്കാനുണ്ടെന്നാണ് ഇവരുടെ ഒരു ആരോപണം. സിനിമയ്ക്കായി 7 കോടി രൂപ ഇവർ മുടക്കിയിട്ടുണ്ട്. ഇതിന്റെ ലാഭവിഹിതമായിട്ടുള്ള 40% ചേർത്ത് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ സിനിമ ഇത്രയും വലിയൊരു വിജയമായതിനു ശേഷവും തങ്ങൾക്ക് നൽകാനുള്ള തുക നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് സൗബിന്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇത്തരത്തിൽ തിയേറ്ററുകൾ പ്രദർശനവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ സൗബിനെ കാണാൻ സാധിച്ച ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു, ഇത്തരത്തിൽ ഒരു പരാതി ഉണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അത് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കാനുള്ള തുക ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകും, അതുകൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്, തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായിട്ടുള്ള കാര്യമാണ് തുടങ്ങിയ വിശദീകരണങ്ങളാണ് സൗബിന്റെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായത്. പക്ഷേ ഈ പരാതിയുമായി വീണ്ടും ഈ പരാതിക്കാർ കോടതിയെ സമീപിക്കുകയും അതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതിയുടെ അല്ലെങ്കിൽ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഈ സിനിമയുടെ നിർമ്മാതാക്കളായിട്ടുള്ള സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കെതിരെ കേസെടുക്കുക എന്നുള്ളൊരു ഉത്തരവ് എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്നത്.